19-ാം ദിവസം നോക്ക് മാതാവ്. അയർലൻഡിന്റെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നോക്കിലുള്ള വിശുദ്ധ സ്നാപക യോഹന്നാന്റെ പള്ളിയിൽ 1879 ഓഗസ്റ്റ് 11 പ്രത്യക്ഷപ്പെട്ട മാതാവാണ് നോക്ക് മാതാവ്. ദർശനത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു. 1879 ഒരു സായാഹ്നത്തിൽ നോക്ക് പള്ളിയിലെ ദേവാലയ സൂക്ഷിപ്പുകാരി മേരി മാഗ്ലിൻ പതിവില്ലാതെ വളരെയധികം പ്രശോഭയിൽ കുളിച്ചു നിൽക്കുന്ന ദേവാലയത്തിൻ്റെ തെക്ക് വശത്തെ ചുമർ കണ്ട് അതിശയപ്പെട്ടു. 3 രൂപങ്ങൾ ആ പ്രകാശത്തിൽ അവൾക്ക് ദൃശ്യമായി. മുന്നോട്ട് ചെന്നപ്പോൾ ആ രൂപങ്ങൾ അവൾ വ്യക്തമായി കണ്ടു. ഉടനെ അവളുടെ സ്നേഹിതയായ മാർഗരറ്റ് ബയൻ്റെ വീട്ടിലേക്ക് അവൾ ഓടി. അരമണിക്കൂറിന് ശേഷം മേരിയും മാർഗരറ്റിൻ്റെ സഹോദരിയും കൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഈ ദർശനം വ്യക്തമായി കണ്ടു. ഈ സംഭവം വീട്ടുകാരോട് പറയാൻ മേരി ബ്രയൻ വീണ്ടും വീട്ടിലേക്ക് ഓടി. എന്നാൽ മേരി മാഗ്ലിൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം ജനം അവിടെ ഓടിക്കൂടി. ഇത് നേരിൽ ദർശിച്ച ഗ്രാമവാസികളിലെ പാട്രിക് ഹില്ലും ജോൺ ഹാരിയും ഈ രൂപങ്ങൾ ജീവനുള്ളതുപോലെയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവരോടൊന്നും തന്നെ സംസാരിച്ചില്ലെങ്കിലും അവർ അറിയാതെ തന്നെ അവരുടെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടു. ദർശനം കണ്ടുകൊണ്ടിരുന്നവർ ആഴമായ വിശ്വാസത്തോടെ 2 മണിക്കൂറോളം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പരിശുദ്ധ കന്യകയും അവരുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പും സുവിശേഷകനായ യോഹന്നാനും വലിയൊരു പ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാന്റെ ഇടതുവശത്ത് പിന്നിലായി ഒരൾത്താരയും ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞാടിൻ്റെയും കുരിശിൻ്റെയും രൂപത്തെ ആരാധിക്കുന്ന തിളങ്ങുന്ന ചിറകുകളോടുകൂടിയ 2 മാലാഖമാർ. ഭൂമിയിൽ നിന്ന് 2 അടി ഉയർന്ന് ഒരു വ്യക്തിയുടെ പൂർണ്ണ രൂപത്തിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അമ്മ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കരങ്ങൾ ഉയരത്തോളം ഉയർത്തിപ്പിടിച്ച് അഗാധമായ പ്രാർത്ഥനയിലായിരുന്നു. വെളുത്ത വസ്ത്രവും അവളുടെ തലയുടെ പിന്നിൽ നിന്ന് പാദങ്ങളിലേക്ക് ഒരു മൂടുപടം ഒഴുകിക്കിടന്നിരുന്നു. കുരിശാകൃതിയിൽ തിളങ്ങുന്ന ഒരു കിരീടവും ധരിച്ചിരുന്നു. അവളുടെ വെയിലിനും കിരീടത്തിനും മധ്യത്തിലായി സ്വർണ്ണ നിറത്തിലുള്ള ഒരു റോസുമുണ്ടായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് വെള്ള നിറത്തിലുള്ള മേലങ്കി ധരിച്ച് മാതാവിൻ്റെ വലതുവശത്ത് നിന്നിരുന്നു. യൗസേപ്പിതാവിൻ്റെ മുടിയും താടിയും നരച്ചിരുന്നു. വിശുദ്ധ യോഹന്നാൻ നീളമുള്ള ഒരു ഉടുപ്പും തലയിൽ തൊപ്പിയും കയ്യിൽ തുറന്നു പിടിച്ച ഒരു പുസ്തകവുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ദർശനത്തിൻ്റെ സമയം മുഴുവനും ഈ 3 രൂപങ്ങളും സാവധാനം ചലിച്ചുകൊണ്ടിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ ദേവാലയത്തിലുണ്ടായിരുന്ന 15 പേരും ദർശനം വീക്ഷിച്ചു. അവർ സ്വയം നനഞ്ഞിരുന്നുവെങ്കിലും ഗേബിൾ ഭിത്തിയിലോ ദർശനത്തിലോ ഒരു തുള്ളി മഴ പോലും വീണില്ല. പിറ്റേ ദിവസം ഒരു കൂട്ടം ഗ്രാമവാസികൾ ഇടവക വികാരിയെ സന്ദർശിച്ച് ഈ വിവരം ധരിപ്പിക്കുകയും അവർ ആർച്ച് ബിഷപ്പിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദർശനത്തിന് ശേഷം ആർച്ച് ബിഷപ്പ് ജോൺ മക്രൽ സഭാപരമായ അന്വേഷണം നടത്തി. ദേവാലയത്തിൽ ഉണ്ടായിരുന്ന 15 പേരും ചോദ്യം ചെയ്യപ്പെട്ടു. വിശ്വസനീയവും സംതൃപ്തിജനകവുമായിരുന്നു അവരുടെ മറുപടികൾ. 1936 സ്ഥലത്തെ ആർച്ച് ബിഷപ്പ് ഈ ദർശനത്തെ അംഗീകരിച്ചു. പിന്നീട് പരിശുദ്ധ സിംഹാസനവും ഈ ദർശനം ഔദ്യോഗികമായി അംഗീകരിച്ചു. പിയൂസ് 12 മാർപ്പാപ്പ 1945 ജോൺ 23 മാർപ്പാപ്പ 1960 പോൾ 6 മാർപ്പാപ്പ 1974 ഈ ദർശനത്തെ അംഗീകരിക്കുകയുണ്ടായി. 1979 ജോൺ പോൾ 2 മാർപ്പാപ്പ ഈ ദർശനത്തെ ബഹുമാനിച്ച് അവിടെ ഒരു ബസിലിക്ക സ്ഥാപിച്ചു. ഈ ദർശനം നോക്കിലുള്ളവർക്കും ലോകം മുഴുവനും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും സന്ദേശം നൽകുന്നതായിരുന്നു. തുടർന്ന് അയർലൻഡിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജനങ്ങൾ അവിടെ തടിച്ചു കൂടുവാൻ തുടങ്ങി. ധാരാളം രോഗശാന്തികളും അത്ഭുതങ്ങളും ഉണ്ടാകുകയും ചെയ്തു. ഇത് നോക്കിലെ മാതാവിനോടുള്ള ഭക്തി വളരുവാൻ കാരണമായി. 1994 മാതാവിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും പൂർണ്ണകായ പ്രതിമകൾ അവിടെ പ്രതിഷ്ഠിച്ചു. രോഗശാന്തി അത്ഭുതങ്ങൾ പോലുള്ള നിരവധി അത്ഭുതങ്ങൾ ദേവാലയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ അത്ഭുതങ്ങൾ ആരംഭിച്ചു. ഡെലിയ ഗോർഡൻ എന്ന പെൺകുട്ടിക്ക് ബധിരതയും ഇടത് ചെവിയിൽ വേദനയും അനുഭവപ്പെട്ടിരുന്നു. ദർശന സ്ഥലം സന്ദർശിക്കുന്നതിനിടയിൽ അവളുടെ അമ്മ പള്ളിയുടെ ചുമരിൽ നിന്ന്
ഒരു ചെറിയ സിമന്റ് കഷ്ണം അവളുടെ ചെവിയിലിട്ടു. പിന്നീട് കുർബാനയ്ക്കിടെ ഡെലിയയ്ക്ക് ചെവിയിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. തുടർന്ന് അവളുടെ ബധിരത പൂർണ്ണമായും സുഖപ്പെട്ടു. പിന്നീട് വേദനയുണ്ടായില്ല. നോക്കിൽ നിരവധി വർഷങ്ങളായി നടന്ന 600-ലധികം രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണിത്. നമ്മുടെ സ്വർഗീയ അമ്മയുടെ ശക്തമായ അത്ഭുതകരമായ മധ്യസ്ഥതയുടെ കൂടുതൽ തെളിവാണിത്. 1897 മരിക്കുന്നത് വരെ ആർച്ച് ഡീക്കൻ കവാനി ദർശന സമയത്ത് നോക്കിലെ ഇടവക വികാരിയായിരുന്നു. മാതാവിനോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നതായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കൂടാതെ വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ സേവിക്കുന്നതിനായി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു. പ്രത്യക്ഷീകരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരിശുദ്ധയമ്മ ആഗ്രഹിക്കുന്നത് പോലെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കായി 100 കുർബാനകൾ അർപ്പിക്കാനുള്ള തൻ്റെ പദ്ധതി ആർച്ച് ഡീക്കൻ കവാനി തൻ്റെ ഇടവകക്കാരെ അറിയിച്ചു. ഈ കുർബാനകൾ പ്രത്യക്ഷീകരണത്തിന് തൊട്ടു മുമ്പ് പൂർത്തിയായിരുന്നു. പ്രത്യക്ഷീകരണത്തിന് ശേഷം ആർച്ച് ഡീക്കന്റെ ജോലിഭാരം ഗണ്യമായി വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈനംദിന കുർബാനകളുടെയും കുമ്പസാരങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകൾ വളരെയധികം വർദ്ധിച്ചു. സംഭവിച്ച രോഗശാന്തികളുടെയും രോഗശാന്തി അത്ഭുതങ്ങളുടെയും ഒരു ഡയറി അദ്ദേഹം സൂക്ഷിക്കുകയും പതിവായി പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആർച്ച് ഡീക്കൻ കവനാക് തൻ്റെ വിനയം, സൗമ്യത, ഭക്തി എന്നിവയ്ക്ക് വ്യാപകമായി അറിയപ്പെട്ടിരുന്നു. 1897 ഡിസംബർ 8 അദ്ദേഹം ഒരു വിശുദ്ധ മരണം വരിച്ചു. അയർലൻഡിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കൗണ്ടി മേയോയിലാണ് നോക്ക് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പ്രതിവർഷം 15 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ദേശീയ മരിയൻ ദേവാലയമാണിത്. പ്രത്യക്ഷീകരണത്തിന്റെ കാലം മുതൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ധാരാളം തീർത്ഥാടകർ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സഹായം തേടി ദേവാലയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി തീർത്ഥാടകർ നിരവധി രോഗശാന്തികളും പരിവർത്തനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ തിരക്കേറിയ കാര്യങ്ങളിൽ നിന്ന് മാറി വിശ്രമിക്കാൻ കഴിയുന്ന വലിയ സമാധാനത്തിൻ്റെ സ്ഥലമാണിത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും പ്രത്യാശയുടെ ശക്തമായ സന്ദേശമാണ് നോക്കിൻ്റെ പ്രത്യക്ഷീകരണം. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുവിശേഷ സന്ദേശം ജീവിക്കുന്നതിനെക്കുറിച്ചും എളിമയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ പ്രാർത്ഥനയിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിനെക്കുറിച്ചും ചിന്തിക്കാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നു. നോക്ക് മാതാവ് നിരവധി തീർത്ഥാടകർക്ക് പ്രത്യാശയും രോഗശാന്തിയും നൽകുന്നു. നോക്കിലെ പ്രത്യക്ഷീകരണം ബൈബിളിലും ആരാധനാക്രമത്തിലുമുള്ള പ്രതീകാത്മക ഭാഷയിലാണ്. 4 രൂപങ്ങൾക്ക് ജപമാലയുടെ 4 ഭാഗങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും. യേശുവിൻ്റെ ശൈശവകാലത്ത് ജീവിച്ചിരുന്നത് മുതൽ വിശുദ്ധ ജോസഫ് സന്തോഷകരമായ രഹസ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെയും രോഗശാന്തിയുടെയും ശുശ്രൂഷയുടെയും ഓർമ്മിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. കുഞ്ഞാട് വ്യക്തമായും ത്യാഗപരമായ ദുഃഖകരമായ രഹസ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം മഹത്വത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ആരാധനാ വർഷത്തിൽ ഈ രഹസ്യങ്ങൾ ഔപചാരികമായി ആഘോഷിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ രഹസ്യത്തിലും ഒരു ദിവ്യ കാരുണ്യത്തിൻ്റെ കാമ്പുണ്ടെന്ന് വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ് പറഞ്ഞിരുന്നു. ഈ രഹസ്യങ്ങളെ ആഘോഷിക്കുന്നതും ധ്യാനിക്കുന്നതും അവയുടെ ശക്തി പുറത്തുവിടുന്നുവെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ചൂണ്ടിക്കാട്ടി. കൂടാതെ വിശുദ്ധ യോസേപ്പ് സാധാരണക്കാരെ പ്രതിനിധീകരിക്കുന്നു, അധ്വാനത്തെയും കുടുംബജീവിതത്തെയും വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ വചനത്തിലൂടെയും കൂദാശയിലൂടെയും സുവിശേഷവൽക്കരണം നടത്തുന്ന ശ്രേണിയെ പ്രതിനിധീകരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ ഒരു തുറന്ന പുസ്തകവുമായി ആരാധനാക്രമ വസ്ത്രത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷം അതുല്യമായ ദിവ്യകാരുണ്യമാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ഉറവിടവുമാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താൽ പ്രതീകാത്മകത പ്രധാനമായും ആരാധനാക്രമത്തിലാണ്. കുഞ്ഞാടിൻ്റെ മുഴുവൻ പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നു. ഇടവകയുടെ രക്ഷാധികാരിയായ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ സുവിശേഷത്തിൽ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നത് മുതൽ അവസാന പുസ്തകമായ വെളിപാടിലെ കുഞ്ഞാടിൻ്റെ നിത്യദർശനം വരെ
എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് സ്വർഗത്തിൽ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തെ പ്രാധാന്യമർഹിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ അവളുടെ പ്രതീകാത്മകത വിപുലമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തൻ്റെ ചാക്രിക ലേഖനമായ എക്ലേസിയ ഡി യൂക്കറിസ്റ്റിയുടെ അവസാന ഭാഗം പൂർണ്ണമായും പരിശുദ്ധ മറിയത്തിനും ദിവ്യകാരുണ്യത്തിനുമുള്ള ബന്ധത്തിനായി നീക്കിവെച്ചു. സഭ അനുകരിക്കാൻ വിളിക്കപ്പെട്ട മാതൃകയായി അദ്ദേഹം അവളെ അവതരിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ത്യാഗം, ദാനം എന്നിവയെ വിലമതിക്കാൻ ഓരോ കത്തോലിക്കരുടെയും കണ്ണുകളും ഹൃദയങ്ങളും പരിശുദ്ധ മറിയം വികസിപ്പിക്കുന്ന ഒരു വളർച്ചാ പ്രക്രിയയുണ്ട്. വിശുദ്ധ കുർബാനയിൽ ആത്മാവിലുള്ള ആരാധനയുടെ മാതൃകയായി പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നു. ദൈവദൃഷ്ടിയിൽ പ്രസാദകരമായ ഒരു വിശുദ്ധയായി നമ്മെ തന്നെ സമർപ്പിക്കാനുള്ള നമ്മുടെ കടമ പ്രകടമാക്കുന്നു. സഭയുടെ മാതാവെന്ന നിലയിൽ മറിയം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും പ്രവൃത്തികളെയും ബലിപീഠത്തിൻ്റെ ദിവ്യരഹസ്യമായ ദിവ്യകാരുണ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വഹിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എക്ലേസിയ ഡി യൂക്കറിസ്റ്റിയിൽ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതം പൂർണ്ണമായും ദിവ്യകാരുണ്യമായിരുന്നു എന്നാണ്. അതിനാൽ സാക്രമെൻറ്റം കാരിത്താറ്റിസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദിവ്യകാരുണ്യ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ പ്രാപ്തരാക്കുന്നു. നോക്ക് എന്നാൽ കുന്ന് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ അവർ ലേഡി ഓഫ് നോക്ക് എന്നത് അവർ ലേഡി ഓഫ് ദി ഹിൽ ആണ്. ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ദിവ്യകാരുണ്യ അന്തരീക്ഷം കാൽവരി കുന്നിനെക്കുറിച്ചും അതുവഴി സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ തലയിലെ കിരീടവും റോസാപ്പൂവും കാരണം അവളുടെ നിഗൂഢമായ പദവി സ്വർഗത്തിലെയും ഭൂമിയിലെയും ആരാധനാക്രമത്തിൻ്റെ രാജ്ഞി എന്നായിരിക്കാം. കുർബാന ഇരുവരെയും ഒന്നായി ഒന്നിപ്പിക്കുന്നു. ആ ഐറിഷ് ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന അതുല്യമായ വിദ്യാലയം അതാണ്. ഈ പ്രത്യക്ഷീകരണത്തിൽ ആരും സംസാരിച്ചില്ല. അതിനർത്ഥം സന്ദേശമൊന്നുമില്ലെന്നാണോ? വാമൊഴിയായി ഒന്നുമില്ല. പരിശുദ്ധ അമ്മ ഒരിക്കലും ഒരു വാക്കുപോലും പറഞ്ഞില്ല. ബലിപീഠത്തിനും കുഞ്ഞാടിനും മുമ്പിൽ കൈകൾ കുപ്പി അവൾ വെറുതെ നിന്നു. അവളുടെ മൗനത്തിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊരു കുട്ടിക്കും അറിയാവുന്നതുപോലെ ഒരമ്മയുടെ മൗനം ശക്തമാണ്. പക്ഷേ പരിശുദ്ധയമ്മ എന്തുകൊണ്ടാണ് ഇത്രയധികം നിശബ്ദയാകുന്നത്? പലപ്പോഴും കാരണം നമ്മുടെ ശ്രദ്ധ അവളിൽ കേന്ദ്രീകരിക്കേണ്ടതല്ല, മറിച്ച് അവളുടെ പിന്നിലുള്ളതിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കുഞ്ഞാടും യാഗപീഠവും. പരിശുദ്ധ അമ്മയുടെ മുഴുവൻ ജീവിതവും ദൗത്യവും നമ്മെ തൻ്റെ മകനിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. ഏതൊരു നല്ല അമ്മയെയും പോലെ പരിശുദ്ധ മറിയത്തിനും അറിയാം, തൻ്റെ നിശബ്ദതയിൽ അവൾ നമ്മോടെല്ലാം പറയുന്നുമുണ്ട്. നമ്മുടെ കുടുംബം എങ്ങനെയുള്ളതായാലും, നമ്മൾ ഏത് രാജ്യത്തു നിന്നുള്ളവരായാലും, നമ്മൾ ഏത് സംസ്കാരത്തിലാണ് വളർന്നതെങ്കിലും, പരിശുദ്ധ മറിയം ഒന്നും പറയാതെ നമ്മളോട് സംസാരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ആമേൻ യേശുവിനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ എല്ലാ കാരുണ്യത്തിൻ്റെയും ഉറവിടമാണ്. അതിനാൽ കരുണയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു അതുല്യവും തീവ്രവുമായ ബന്ധമുണ്ട്. പരിശുദ്ധ മറിയത്തെപ്പോലെ നിശബ്ദരായിരിക്കുമ്പോൾ മാത്രമേ അവളുടെ മകൻ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം സ്വീകരിക്കാൻ നാം തികഞ്ഞ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നുള്ളൂ. അപ്പോഴാണ് നമ്മെ എന്നേക്കുമായി മാറ്റുന്ന വിധത്തിൽ അവൻ്റെ കരുണയും സ്നേഹവും സ്വീകരിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്. പരിശുദ്ധ മറിയം എപ്പോഴും തൻ്റെ മകനിലും അവൻ നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മോട് പറയുന്നു. ആദ്യമായി അവൻ നമ്മെ കരുണ, ജീവൻ, പ്രത്യാശ, ക്ഷമ എന്നിവയാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ഒഴുകുന്ന ഉറവിടം കുരിശാണ്. ഇന്ന് നമുക്ക് ലോകമെമ്പാടുമുള്ള ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ രഹസ്യം ലഭിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ നിശബ്ദത തൻ്റെ മകനിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ നമ്മോടൊപ്പമുണ്ടെന്നും അവൻ എവിടേക്കും പോകുന്നുമില്ല എന്ന വസ്തുതയിലേക്ക്. പരിശുദ്ധ മറിയത്തോടൊപ്പം സമയം ചെലവഴിക്കുക, അവളോട് പ്രാർത്ഥനകൾ ചോദിക്കുക, അവളോടൊപ്പം നിശബ്ദത പാലിക്കുക. കാരുണ്യത്തിൻ്റെ ഉറവിടമായ അവളുടെ മകനിലേക്ക് അവൾ നിങ്ങളെ കൊണ്ടുവരുന്നത് കാണുക. ഇതാണ് അവളുടെ ദൗത്യം. അവളുടെ മകൻ നമ്മോടെല്ലാവരോടും എത്രത്തോളം അടുപ്പത്തിലാണെന്ന് കാണാൻ നമ്മെ സഹായിക്കുക.
ഏതൊരു നല്ല അമ്മയെയും പോലെ തൻ്റെ മകന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിറവേറ്റാൻ സഹായിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതാണ് അവൻ ഇവിടെയുണ്ടെന്ന് നമ്മെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബെനഡിക്റ്റ് 16 വാക്കുകൾ ഉപയോഗിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. മറിയമേ, ദൈവവുമായുള്ള കൂട്ടായ്മയിലും കാൽവരിയിൽ നിന്റെ പുത്രൻ്റെ യാഗത്തിലും നീ തികച്ചും അതുല്യമായ രീതിയിൽ ജീവിച്ചു. ഓരോ മനുഷ്യനോടും ദൈവത്തിനുള്ള സ്നേഹം നമ്മുടെ വാക്കുകളിലൂടെയും ജീവിതത്തിലൂടെയും പ്രഖ്യാപിക്കുന്നതിനായി പരിശുദ്ധ കുർബാനയുടെ രഹസ്യം കൂടുതൽ തീവ്രമായും ഭക്തിപൂർവവും ജ്ഞാനപൂർവവും ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ ആധുനിക കാലത്തെ പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ നമ്മെ പുത്രനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാനായിൽ വെച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത അമ്മ അതേ കാര്യം വീണ്ടും വീണ്ടും നമ്മോടും ആവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്ത സന്ദേശങ്ങളിൽ അമ്മ പറയുന്നത് ഇങ്ങനെ: എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി, സകല മഹത്വവും പരിശുദ്ധ ത്രിത്വത്തിന്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ വഴിവിളക്കാണ് ഞാൻ. എൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക് നീങ്ങുക. എൻ്റെ മക്കളെ, എൻ്റെ മകൻ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. അവനല്ലാതെ മറ്റൊരു രക്ഷകൻ നിങ്ങൾക്കില്ല. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഈശോയെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഞാനൊരു സ്തുതിയും മഹത്വവും ആഗ്രഹിക്കുന്നില്ല. എല്ലാം എൻ്റെ ഈശോയ്ക്ക് നൽകുക. അവിടുന്നാണ് ഏകരക്ഷകൻ. എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പരിശുദ്ധ ജപമാല പ്രാർത്ഥിക്കുക. ഈശോയുടെ ജീവിതം ധ്യാനിച്ച് അവിടുത്തെ ബലിയിലേക്ക് കടക്കുക. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് എൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥ വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ മഹാകാരുണ്യത്തിനു മുമ്പിൽ നിങ്ങൾ വളരെ ചെറുതും കാലിനടിയിലെ ധൂളിക്ക് സമാനവുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധ ബലിയിൽ ഭക്തിയോടെയും ഹൃദയത്തോടെയും പങ്കെടുക്കാൻ ഈ ജപമാല മാസം മുതൽ നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ കരം പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീന, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.